ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി കുട്ടിച്ചായനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിച്ചായൻ പറയുകയാണ്, നീ അവൾ ആരാണെന്നുള്ള സത്യം എല്ലാവരോടും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കനെ എല്ലാവരോടൊന്നും പറഞ്ഞില്ല, ഇവിടുത്തെ വേലക്കാരോടൊക്കെ പറഞ്ഞായിരുന്നു. അത് മതിയല്ലോ, വേലക്കാരുടെ ചെവിയിലെത്തിയാൽ മതിയല്ലോ, പിന്നെ എല്ലാവരുടെയും ചെവിയിലെത്തിയ പോലെയാണല്ലോ. എന്താണ് സ്റ്റാൻലി നീ ചെയ്ത് കൂട്ടുന്നത്? നിനക്ക് ബോധമെന്ന് പറഞ്ഞ സാധനമില്ലേ? നീ എന്തിനാണ് അവളെ എല്ലാവരുടെ മുന്നിൽ നിന്റെ മകളാണെന്നും പറഞ്ഞു കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത്? അത് പിന്നെ അപ്പച്ച, അതല്ല അപ്പച്ച സത്യം. അങ്ങനെ പിന്നെ പരിചയപ്പെടുത്തി കൊടുത്തെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിൻ്റെ എന്ത് ഭവിഷ്യത്താണെങ്കിലും ഞാൻ അനുഭവിച്ചാൽ പോരെ? പറ്റില്ല, ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് വന്നിട്ടെ എന്താ തീരുമാനിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. എന്താ അപ്പച്ചൻ എന്ത് തീരുമാനിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അവളെന്താ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെ അവളെ അടിച്ചു ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ. അവള് തന്നെത്താനെ ഇറങ്ങിപ്പോയിക്കോളും. അതിൻ്റെ രീതിയിൽ പറഞ്ഞു വിടാനൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നീ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യേ ഇല്ല. അയ്യോ അപ്പച്ച, എനിക്കൊരു ടെൻഷനും ഇല്ല അപ്പച്ച, അവളെ ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ച കാര്യമല്ലേ. അപ്പം പിന്നെ എനിക്ക് എന്തിനാണ് അപ്പച്ച ടെൻഷൻ? ആരെന്ത് വിചാരിക്കുക, എങ്ങനെ വിചാരിക്കുക എന്നൊക്കെ ഞാൻ ആലോചിക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അപ്പച്ച. അവൾ ഇവിടെ നിന്ന് വിചാരിച്ച് എനിക്ക് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. സ്റ്റാൻലി, നിനക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ വരും, എന്നിട്ട് അവളോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പറയും. നിന്റെ ഒരു കാര്യത്തിലും ഞാൻ എതിർത്ത് നിന്നിട്ടില്ല. പക്ഷേ അന്നത്തെ ആ സംഭവമില്ലേ, നീ ഒരു നസ്രാണി പെണ്ണിനെ സ്നേഹിച്ചു, വൈജ എന്ന് പറഞ്ഞ പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണിനെ സ്നേഹിച്ചപ്പോൾ ഞാൻ എതിർത്തു. പക്ഷേ ഇപ്പോഴും 10-23 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കൊരു മകളുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു. അവളെ ഞാൻ എതിർക്കും. ഏതായാലും അതൊന്നും നിന്റെ ജീവിതത്തിൽ വേണ്ട. നിന്റെ ജീവിതത്തിൽ അതൊരു ബാധ്യതയാകാൻ നിൽക്കരുത് ലാലിച്ച എന്ന് പറയുകയാണ്. അപ്പച്ചൻ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല. പിന്നെ കരുതുന്ന പോലെ പെൺകുട്ടിയല്ലെന്ന് പറഞ്ഞാലോ? അതൊന്നും നടക്കാത്ത കാര്യമാണ്. ഞാനങ്ങോട്ട് ഏതായാലും വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അപ്പച്ചൻ വന്ന് അവളെ നേരി കാണുമ്പോൾ അപ്പച്ചൻ്റെ മനസ്സൊക്കെ മാറും. എൻ്റെ മനസ്സൊന്നും മാറാനായിട്ട് പോകുന്നില്ല ലാലിച്ച. അവളെ ഞാൻ അവിടെ നിന്ന് ഇറക്കും. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായിട്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അങ്ങനെ അപ്പച്ചൻ അവളെ അടിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ നിമിഷം തന്നെ പെട്ടിയെടുത്തിട്ട് പൊയ്ക്കോളും. അല്ലാതെ ഇവിടെ നിൽക്കണമെന്നൊന്നും അവൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പച്ച. പിന്നെ ഇവിടുത്തെ പരിസരവും ഇവിടുത്തെ ആൾക്കാരെയൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടി സഹിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അയ്യോ, നിനക്ക് വേണ്ടി അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ലാലിച്ച, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവളെ. നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബബിതയാണ്. അപ്പോൾ ബബിത ആയിരുന്നു ഇങ്ങനെ പഠിക്കുക. ആ സമയത്ത് ബബിതയുടെ പിന്നാലെ വരികം പുഴുവിനെ പോലെ നമ്മുടെ വൈജ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇടയ്ക്ക് മേളോട്ട് നോക്കുന്നുമുണ്ട്. അപ്പോൾ കൃഷ്ണമോള് വരിക. കൃഷ്ണമോള് വന്നിട്ട് ബബിതേച്ചി, ഇതെന്താ ചേച്ചി, എന്താ ഉദ്ദേശം? എന്താ പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അച്ഛനെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് നടക്കുന്നത്? അത് ഞാൻ കണ്ടായിരുന്നു കൃഷ്ണമോളെ. കൂടുതലൊന്നും പറയാനായിട്ട് പോകണ്ട, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ചേച്ചി ഒന്ന് പോയി ചോദിക്കുക എന്തിനുള്ള പുറപ്പാടാണെന്ന്. ഞാൻ ചോദിക്കണമെന്നില്ല, നീ വേണമെങ്കിൽ പോയി ചോദിക്കുക കൃഷ്ണമോളെ പറയുമ്പോഴേക്കും. എന്നാൽ ശരി, ഞാൻ ചോദിക്കാം. അങ്ങനെ കൃഷ്ണൻ നേരെ വൈദ്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ ഒറ്റ നിപ്പാണ്. എന്താടി നോക്കുന്നത്? എന്നല്ലേ നോക്കുന്നത്? എന്താടി നിനക്ക് വേണ്ടത്? അല്ല, അമ്മയുടെ കാല് പൊള്ളിയോ? പൊള്ളാനോ? എൻ്റെ കാലം എവിടെയാണ് പൊള്ളുന്നത്? അല്ല, അമ്മ ഇങ്ങനെ നിലം ചവിട്ടാതെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. നീ എന്താ എന്നെ പരിഹസിക്കുകയാണ്? അയ്യോ, പരിഹസിച്ചല്ല, ഉള്ള കാര്യം ഞാൻ ചോദിച്ചല്ലേ. എന്താ അത് ചോദിക്കാനായിട്ട് പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നീയേ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ അച്ഛനെ കണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയല്ലേ? വഴക്കുണ്ടാക്കാനോ? ഞാൻ വഴക്കുണ്ടാക്കാനല്ല, ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാ. ചോദിക്കാനുള്ള അധികാരവും അവകാശവും ഒക്കെ എനിക്കുണ്ട്. അങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേ അടി കിട്ടാൻ നോക്കിക്കോണം. നീയേ കൂടുതൽ പറയാൻ നിൽക്കേണ്ട കൃഷ്ണമോളെ. അതെന്താ ചോദിച്ചാൽ എനിക്കും അറിയണമല്ലോ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്നോട് ഒരു കാര്യവും പറയാറില്ലല്ലോ. ഇവിടെ ഒരു വേലക്കാരിയായിട്ട് നിന്നവളുണ്ടല്ലോ, അവൾക്ക് എത്രയെത്ര കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. 50,000 രൂപ അക്കൗണ്ടിലിട്ട് കൊടുക്കുക, 10-15 പവൻ്റെ സ്വർണം കൊടുക്കുക, 7,000-17,000 രൂപയുടെയൊക്കെ സാരി മേടിച്ചു കൊടുക്കുക. ഇതൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? ബാലേന്ദ്രനെ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു അവകാശം ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങളോട് ചോദിച്ചില്ല? എന്നോട് ചോദിച്ചില്ല?
ഇവിടുത്തെ വേലക്കാരത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വാക്ക് ചോദിക്കണ്ടേ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞങ്ങളോട് എന്തിനാണ് ചോദിക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അച്ഛന് ഇഷ്ടമുള്ളത് അച്ഛൻ കൊടുത്തു, അത് കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അതിൽ കൂടുതൽ അലീന ചേച്ചിക്ക് കൊടുക്കേണ്ടതായിരുന്നു അച്ഛൻ. പക്ഷേ അത് തീരെ കുറഞ്ഞു പോയി. നിനക്ക് അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഈ വീട്ടിലെ കുടുംബത്തിലുള്ള ആൾക്കാർ അനുഭവിക്കേണ്ട സ്വത്തുക്കളാ. അത് കണ്ടവിടെ നിന്ന് വന്ന വേലക്കാരികൾ അനുഭവിക്കേണ്ടതൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അതെ, ബാലേന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. എനിക്കത് ചോദിക്കണം, ചോദിച്ചേ ഞാൻ അടങ്ങുള്ളൂ. എങ്കിലേ സൂക്ഷിച്ചോ. ചോദിക്കാൻ വരുമ്പോഴേ അമ്മ ഒരു കൈ അകലൊന്ന് മാറി നിന്നേക്കണം, അല്ലെങ്കിലേ ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നീയേ കൂടുതൽ പറയാൻ നിൽക്കണ്ട, നീ പോടി കൃഷ്ണ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. കൃഷ്ണക്ക് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അതേ ബാലേന്ദ്രൻ ഇറങ്ങി വരികയാണ്. ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ബാലേന്ദ്രൻ അവിടെ ഒന്ന് നിന്നേ എന്ന് ചോദിച്ചപ്പോഴേക്ക് എന്താണാവോ? എനിക്ക് ബാലേന്ദ്രനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കോ? ചില കുഴപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ബാലേന്ദ്രൻ ആരോട് ചോദിച്ചിട്ടാ അലീനയ്ക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തത്? അതായത് 15 പവനും 17,000 രൂപയുടെ സാരിയും 50,000 രൂപയ്ക്ക് അക്കൗണ്ടിലിട്ട് കൊടുത്തല്ലോ. കൊടുത്തു, ഇനിയും കൊടുക്കൂ. എന്താ അതുപോരെ? എന്താ ഇവിടുത്തെ വേലക്കാരത്തേക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാനുള്ള കാരണം? അതിനുള്ള കാരണമൊക്കെ ഉണ്ടെന്നേ. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വൈജയ്. എനിക്ക് കൊടുക്കണമെന്ന് തോന്നി, ഇനി അത് കൊടുക്കുകയും ചെയ്യും. ഓഹോ, അപ്പോൾ ബാലേന്ദ്രൻ 2ഉം കൽപ്പിച്ചാണോ? അതെ, 2അല്ല 3ഉം കൽപ്പിച്ച് തന്നെയാണ് വൈജയ്. നീ എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വൈജയ്. അങ്ങനെയാണെങ്കിലേ ഇവിടുത്തെ വേലക്കാരികൾക്കൊന്നും ഇതേപോലെ രീതിയിൽ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ എത്രയെത്ര വേലക്കാരികൾ നിന്നിട്ടുണ്ട്. അവരെല്ലാം പിരിഞ്ഞു പോയപ്പോൾ 1 രൂപ പോലും കൂടുതൽ കൊടുത്തിട്ടില്ല. എന്തേ കൊടുക്കാതിരുന്നത്? അതിന് ആ വേലക്കാരിയെല്ലാം പിരിച്ചു വിട്ടത് നീയല്ലേ വൈജയ്? നീയല്ലേ കൊടുക്കേണ്ടത്? നീ കൊടുത്തില്ല. പക്ഷേ ഈ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട ആള് ഞാനാണ്. അപ്പം അലീനയ്ക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആ രീതിയിൽ ഞാൻ ചെയ്യുകയും ചെയ്തു. ഓഹോ, അപ്പോൾ ഇത്രയും ഒരു 10,000-10,000 രൂപയോ കൂടുതൽ കൊടുക്കാനുള്ളതിന് ഇത് ലക്ഷങ്ങളാണല്ലോ ബാലേന്ദ്ര വാരി കൊടുത്തിരിക്കുന്നത്. അതിന് മാത്രം ഈ വേലക്കാരി തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വൈജയ്, നിന്റെ മനസ്സിൽ എന്താണെന്നും ഏത് രീതിയിലാണെന്നും എങ്ങനെയാണ് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അതിനെ ചൊല്ലി തർക്കിക്കാനൊന്നും എനിക്ക് നേരമില്ല. എനിക്ക് കൊടുക്കാനുള്ളത് മുഴുവനും നീ കൊടുക്കും, ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എങ്കിലും ഇനിയും കൊടുക്കുമോ? ഇനിയും നീ വേണമെങ്കിൽ കൊടുത്തോ, ഞാൻ ഇത്രയും കൊടുത്തില്ലേ, ഇനിയൊരു 50 ലക്ഷം രൂപ കൂടി കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് പതിയെ പതിയെ കൊടുക്കണം. അത് വേണമെങ്കിൽ നീ കൊടുത്തോ. പിന്നെ ഞാനെന്തിനാ കണ്ട വേലക്കാരികൾക്ക് പൈസ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പം നിനക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാനിനി പതിയെ പതിയെ ആ പൈസകളെല്ലാം കൊടുത്തു തീർക്കാനാണ് എൻ്റെ ഉദ്ദേശം. അത് സാവധാനേ ഉള്ളൂ. അല്ലാതെ ധൃതിക്കൊന്നുമില്ല. ഇതൊന്നും നിന്നെ ബോധിപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല വൈജയേ. നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇല്ലല്ലോ? പോയ വഴിയെ പോയിക്കോളാം. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരാനായിട്ട് നിൽക്കരുത്. ഇതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് ഭയങ്കര നല്ല നല്ല കിടിലൻ മറുപടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ വൈജ ആകെ പെട്ടുപോയൊരവസ്ഥ, ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ കൃഷ്ണമോള് വന്നിട്ട് കിട്ടിയല്ലോ, വയറ് നിറയെ കിട്ടിയില്ലേ, എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ? കിട്ടണം, അമ്മക്ക് ഇത് തന്നെ കിട്ടണം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് നിൽക്കേണ്ടെന്ന്. അച്ഛൻ്റെതായ ഇഷ്ടമുണ്ട്, അത് അച്ഛൻ ചെയ്തു, അച്ഛനെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമ്മോളോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജ ചമ്മി നല്ലൊരവസ്ഥയിലായി പോവുകയാണ്. അത് നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീനൻ്റെ അടുത്തേക്ക് സ്റ്റാൻലി വരിക. അപ്പോൾ സ്റ്റാൻലി വന്നിട്ട് സ്റ്റാൻലി ഒരു പേപ്പർ ഇത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഈ പേപ്പർ വായിക്കുന്ന ശീലമുണ്ടോ? എങ്കിൽ പിന്നെ വായിച്ചോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അലീന നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇംഗ്ലീഷ് പത്രം. അപ്പോൾ ഇതാണ് ഇവിടെ വായിക്കുന്നത്. എന്താ വായിക്കാൻ അറിയില്ലേ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ? ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, എന്നാലും എന്താ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ലേ? +2 വരെയും പഠിച്ചതല്ലേ, പിന്നെ എന്താ കുഴപ്പം? അല്ല, +2 വരെയും പഠിച്ചാണെങ്കിലും ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചതേ. അപ്പോൾ അതിനിപ്പോൾ എന്താ കുഴപ്പം? അല്ല, ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നതെന്ന് പറഞ്ഞല്ലോ. നിർത്ത്, വേണ്ട, ആ കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സ്റ്റാൻലി പറയുകയാണ്. അനാഥാലയം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഓരോ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മേനോനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴെപ്പോഴും മെനി മോർ ടൈം മേനോനെ അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എന്നെ പപ്പായ എന്ന് വിളിച്ചില്ല. ഇത് കേട്ട് സ്റ്റാലിൻ്റെ വായിൽ നിന്നും ഈ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്ക് ചിരിയാ വന്നത്. അപ്പോൾ അലീന പറയാണ്, അല്ല എന്നെ ഇതുവരെ മോളെന്നും വിളിച്ച് ഞാനും കേട്ടില്ല. എൻ്റെ അച്ഛൻ എന്നെ മോളെ വിളിക്കുന്നത് കേട്ടില്ലായിരുന്നോ? അപ്പം പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ മോളെന്ന് വിളിക്കാമല്ലോ. അപ്പോൾ മോളെന്ന് വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അങ്ങനെയൊന്നും വിളിക്കാതിരുന്നത് എന്നിങ്ങനെ നമ്മുടെ അലീന പറയുകയാണ്. അപ്പോൾ അലീനയോട് മതി ഇനിയിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും കൂടുതൽ സമയങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പത്രം വായിച്ച് പഠിക്കേ. അപ്പോൾ ഇങ്ങനെ വായിച്ച് തുടങ്ങുമ്പോഴേക്കും എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥങ്ങളൊക്കെ മനസ്സിലാകാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഏതായാലും ആ പത്രം വായിക്കും. ശരി, ഞാൻ വായിച്ചോളാം. അല്ല അലീന, നീ ഇവിടുത്തെ ജോലിക്കാരോട് നീ ഓർഫനേജിലാണ് വളർന്നതെന്ന് പറഞ്ഞായിരുന്നോ? ഒരു ജോലിക്കാരോട് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞു? അല്ല എന്നോട് ചോദിച്ചുവേ എവിടെ നിന്നാണ്, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാനൊരു ഓർഫനേജിലാണ് വളർന്നത്. അതിനുശേഷം മേനോൻ്റെ വീട്ടിൽ ജോലിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അവിടെ ജോലിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. എന്തിനാണ് അവരോടൊക്കെ അതൊക്കെ പറയാനായിട്ട് പോകുന്നത്? ഇപ്പം അവരുടെ നാവടക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണെന്നേ ഇവർ ഞാൻ പറയുന്ന നല്ല കാര്യങ്ങൾ ചിന്തിക്കാതെ എന്തിനാണ് ചീത്ത കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്? എൻ്റെ കാര്യമുണ്ടോ? അവരൊക്കെ അങ്ങനെയാണ്. ഓരോ കാര്യങ്ങൾ കിട്ടിയാൽ മതി, പിന്നെ അത് ഊതി പെരുപ്പിച്ച് നിൽക്കും. എന്നോട് ഇപ്പം എൻ്റെ ചെവിയിലെത്തിയത് നീ ഒരു ഓർഫനേജിൽ വളർന്നതാണെന്നും മേനോൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന് അവിടെ വേലക്കാരിയായിട്ട് നിന്നാണെന്നും അച്ഛാന്ന് വിളിക്കാമെന്ന് പറഞ്ഞെന്നൊക്കെ എന്നോട് ചോദിക്കുവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ യാഥാർത്ഥ്യമായ കാര്യമല്ലേ? വേണ്ട, നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലിരുന്നാൽ മതി. അത് മറ്റുള്ളവരോട് പങ്കുവെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ മോളായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ വേണം ജീവിക്കാനായിട്ട്. എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കണം, താഴ്ന്നു നിൽക്കാനായിട്ട് പാടില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴ്ന്നാണല്ലോ നിന്നിരുന്നത്, ഇനി ഞാൻ ശ്രമിക്കാം, ഞാൻ ഉയർന്നു തന്നെ നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി ആയിക്കോട്ടെ. അതെ, അലീനയ്ക്ക് എന്ത് വേണമെങ്കിലേ പറഞ്ഞാൽ മതി. അലീനയ്ക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡ് അയാൾ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അത് നോൺ വെജൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഡിമാൻഡൊന്നുമില്ല. ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കും എന്നിങ്ങനെ പറയാണ്. എനിക്ക് രാവിലെ ഇഡ്ഡലിയോ ദോശയോ പിന്നെ ഉച്ചക്ക് ഒരു പിടി ചോറോ പിന്നെ രാത്രി ആകുമ്പോൾ ഇച്ചിരി കഞ്ഞിയും ചമ്മന്തി അതൊക്കെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറയുകയാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഒന്നിനും ഒരു കുറവും വരുത്തില്ല എന്നൊക്കെ പറയാം. അങ്ങനെ സ്റ്റാൻലി എന്നിട്ട് നമ്മുടെ അലീനയ്ക്ക് നേരെ കൈ നീട്ടുകയാണ്. കൈ നീട്ടി കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് സ്റ്റാൻലിക്കും കൈ കൊടുക്കുകയാണ്. താങ്ക് യു കേട്ടോ എന്ന് പറയുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കുട്ടിച്ചായം പാഞ്ഞു വരികയാണ്, കാറിൽ നിന്നിറങ്ങുകയാണ്. അപ്പോൾ വിലക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്. കുട്ടിച്ചായ എന്തിനുള്ള പുറപ്പാടാണ്? ഇവിടെ ഒരുത്തി വന്ന് കയറിയിട്ടുണ്ടല്ലോ, അവളെ എങ്ങനെ തുരത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ തുരത്താൻ പറ്റുന്നവരെ എന്നോ അല്ല, എന്താ പുതിയ പട്ടികളെ മേടിച്ചോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് പട്ടിയല്ല പെണ്ണാണ് ഇവിടെ പ്രശ്നക്കാരി. എന്ത് പ്രശ്നക്കാരിയാണെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടേ കുട്ടിച്ചായൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിച്ചായൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാലി 2 പെഗ് ഒഴിക്കുന്ന ഒരു ഇതിലായിരുന്നു. അപ്പോൾ 2 പെഗ് ഒഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് വാ കയറി വാ, ഒരു പെഗ് അടിച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് വേണ്ട. അതേ, ഇത് നല്ല ഇനം പെഗ്ഗാ, ഒന്ന് കുടിച്ചു നോക്കിക്കണ്ടേ? എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നതാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പച്ചാ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ തീർക്കുവേ, പിന്നെ കിട്ടത്തുമില്ല. എങ്കിൽ പിന്നെ ഒരു സോഡ ഒഴിക്കടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ സോഡ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചായരും ഒറ്റ വലിക്കത് കുടിക്കുകയാണ്. ഇത് പറഞ്ഞ പോലെ ഒരു ടേസ്റ്റ് ഇല്ലല്ലോടാ. അതെ, ഈ സാധനം സിപ്പായിട്ടാണ് കുടിക്കേണ്ടത്, രുചി അറിഞ്ഞ് കുടിക്കണം. അയ്യോ, രുചി അറിഞ്ഞ് കുടിക്കണമെങ്കിൽ തേൻ പോരെ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? എവിടെയാടാ പെണ്ണ്, വിളിക്കടാ പെണ്ണിനെ എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പച്ച അങ്ങനെ വിളിച്ചാലൊന്നും അവൾ വരെയൊന്നുമില്ല. ഈ കുടിക്കുന്നതും പുകവലിക്കുന്നിടത്തൊക്കെ ഒന്നും അവൾ വരില്ല, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അത്രയ്ക്ക് അഹങ്കാരോ? അങ്ങനെയാണെങ്കിൽ അഹങ്കാരം ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കണമല്ലോടാ.
ലാലിച്ച. ഹാ, അത് എൻ്റെ അടുത്ത് നടക്കില്ല. വിളിച്ചെടുത്ത് അവൾക്ക് വരാൻ കഴിയില്ലല്ലേ? അവൾ അഹങ്കാരിയാണല്ലേ? അഹങ്കാരിയൊന്നുമല്ല അപ്പച്ച, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ചില നിബന്ധനകളൊക്കെ അവൾക്കുണ്ട്. ഈ വീട്ടിൽ വന്ന് കയറി അവളും നിബന്ധന ഇറക്കുകയാണോ? അതൊന്നും ഇവിടെ നടക്കില്ല എൻ്റെ ലാലിച്ച. അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കും. അവൾ ഇനി ഇവിടെ താമസിക്കാനായിട്ട് പാടില്ല ലാലിച്ച. അവൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്നേ. 10-23 വയസ്സായില്ലേ, കല്യാണം കഴിപ്പിച്ച് കൊടുത്തേക്കാം. ആരും ഒന്നും അറിയാനായിട്ട് പോകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കൊച്ചുമോളെന്നോ അല്ലെങ്കിൽ നിൻ്റെ അപ്പച്ചൻ്റെ കൊച്ചുമോളെന്നോ അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞാൽ മതിയെന്നേ. ഏതൊരു അകന്ന ബന്ധം, അല്ലാതെ വേറെ ഒന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.